PM ശ്രീ എന്ന് കേട്ടപ്പോഴൊക്കെ എതിർത്തിട്ടുണ്ട് CPM-ഉം CPI-യും സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ. പക്ഷേ ഇന്നലെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു. സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. ഇതോടെ 1500 കോടി രൂപ കേരളത്തിന് ലഭിക്കും. CPI-യുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ഇടതു സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടത്. തീരുമാനം മുന്നണി മര്യാദകളുടെ ലംഘനമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരും. വീണ, ഇന്നലെയാണ് രാത്രിയോടെ ഈ വാർത്ത പുറത്തു വരുന്നത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടു എന്നത്. എങ്ങനെയാണ് CPM മനംമാറ്റത്തിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്? കൃഷ്ണരാജ്, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തടക്കം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുമായി മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കി അത് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാനം മാത്രം ഇതിനോട് പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്നതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല ABVP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ആ പ്രതിഷേധങ്ങളുടെയും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വിജയിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും രക്ഷിതാക്കൾക്കിടയിൽ നിന്നുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകേ പറ്റൂ എന്ന് തിരിച്ചറിയുന്നതും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോഴും CPI ആണ് ഇതുമായി ബന്ധപ്പെട്ട് വിരുദ്ധ നിലപാട് സ്വീകരിച്ചത്. മുന്നണി മര്യാദകൾ ലംഘിക്കാത്ത തരത്തിലുള്ളൊരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒപ്പിട്ടപ്പോൾ നടന്നതെന്നാണ് ബിനോയ് വിശ്വം അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിന് തൊട്ട് മുമ്പുള്ള ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ K രാജൻ അടക്കമുള്ള CPI മന്ത്രിമാർ ഇതുമായി മുമ്പോട്ട് പോകരുതെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഈ ഒരു വിഷയത്തിൽ അപ്പോൾ മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് K രാജൻ ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആ മൗനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാനുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. പലപ്പോഴും തന്നെ K രാജൻ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം മന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം 1500 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടത് കേരളത്തിന്. എന്നാൽ ഈ ഒരു പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്കൂളുകളുടെ വികസനത്തെ ഇത് ബാധിക്കും. സംസ്ഥാന സർക്കാരിനെ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കും. സർക്കാരിന്റെ പ്രതിച്ഛായ അടക്കം ഇത് മങ്ങലേൽപ്പിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്തത്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്തിരിപ്പൻ നയമാണ് സ്വീകരിച്ചത്. പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകളടക്കം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ പദ്ധതി പല സംസ്ഥാനങ്ങളിൽ വിജയിച്ചപ്പോൾ സർക്കാർ ആ പദ്ധതി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ആ പദ്ധതി നടപ്പാക്കാതിരുന്നാൽ സർക്കാരിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നുള്ളൊരു ഘട്ടം കൂടിയുണ്ട്. മാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്തിനും പ്രയോജനമാകുന്ന ഇത്തരം പദ്ധതികൾ നടപ്പാക്കാതിരുന്നാൽ സംസ്ഥാനത്തിന് അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. വിദ്യാഭ്യാസ രംഗത്തെ അത് കൂടുതൽ താഴ്ചയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ വക്കിലാണ് അവസാന വട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ പദ്ധതി ഉടൻ തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും കേന്ദ്രം തന്നെ ഈ പദ്ധതി ഒപ്പിട്ടതോടുകൂടി തന്നെ 1500 കോടി രൂപ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് ആവർത്തിച്ചു പറയുന്നു. ഇന്നലെ ബിനോയ് വിശ്വം നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നാണ്. ഇന്നവർ അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നു. ഒരു വശത്ത് AESF ഇന്നലെ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഞങ്ങൾ സമരപരിപാടികളിലേക്കാണെന്നാണ്. ഇന്ന് യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കും എന്ന് പറയുന്നു. അതായത് CPI ഇടഞ്ഞു നിൽക്കുമ്പോൾ അതെങ്ങനെ പ്രതിരോധിക്കാനാണ് സർക്കാരും CPM-ഉം? കൃഷ്ണരാജ്, CPI ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ടിരുന്നു. പ്രതികരണത്തിന് തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് പ്രത്യക്ഷത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചത്. അതായത് ഈ ഒരു വാർത്ത സത്യമാണെങ്കിൽ ഇത് മുന്നണി മര്യാദകളുടെ ലംഘനം എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി തന്നിട്ടുണ്ട്. രാവിലെ 11 മണിക്കോ അതിനുശേഷമായിരിക്കും ഒരു യോഗം ഉണ്ടാവുക.
മണിക്കൂറുകൾ നീണ്ട യോഗമാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളൊരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ CPI സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AISF അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാടും അറിയിച്ചിട്ടുണ്ട്. ജനം TV-യിലടക്കം കഴിഞ്ഞ ദിവസം നടന്ന വാർത്തയിൽ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ പ്രതിനിധികൾ അറിയിച്ചതുമാണ്. അത്തരത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ അവരെ അനുനയ നീക്കത്തിലൂടെ കൊണ്ടുപോകാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. എന്നാൽ ഈ പ്രതിരോധം കൂടുമ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവലിയുകയാണെങ്കിൽ നിയമപരമായും നടപടികൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ സർക്കാരിന്റെ പിന്നോട്ടുള്ള പോക്കിനെ അത് വലിയ തരത്തിൽ തന്നെ സാമ്പത്തികമായും അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും സംസ്ഥാന സർക്കാരിന് അറിയാം. അതിനാൽ തന്നെ CPIയെ കൂടുതൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇന്ന് ചേരുന്ന യോഗത്തിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അത് ഇടതുമുന്നണിയുടെ ഈ തീരുമാനങ്ങളെ എത്തരത്തിൽ ചെറുക്കണമെന്നും ഒപ്പം തന്നെ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരുമായി ഒരു കൂടിയാലോചിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഒപ്പം തന്നെ മുന്നണികൾ ചേർന്നുള്ള ഒരു ചർച്ചയ്ക്കും ഒക്കെ കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. വീണ, മറ്റൊന്ന്, ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നുവല്ലോ വിദ്യാർത്ഥി സംഘടനകളെ. അന്ന് ABVP ഒഴികെ എല്ലാവരും ശക്തിയുക്തം ഇതിനെ എതിർത്തിരുന്നു. അതേ ABVP ഇന്നലെ പ്രതികരിച്ചത് സമരവിജയം എന്നാണ്. മറുവശത്ത് AISF സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ SFIയും KSUവും ഇനി എന്തു പറയും? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഫണ്ട് കിട്ടുന്ന പരിപാടിയല്ലേ, എന്തിനൊഴിവാക്കണം എന്ന ചോദ്യം VD സതീശൻ മുന്നോട്ട് വെച്ചിരുന്നു. CPM ആകട്ടെ അത് PMC പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്തു, അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇനി ഈ SFI KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ എന്ത് ചെയ്യാനാണ്? കൃഷ്ണരാജ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ABVP വിദ്യാർത്ഥി സംഘടന ആദ്യം തന്നെ ഈ പദ്ധതി നടപ്പാക്കണമെന്നും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വികസനത്തിനും ഇത് വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ABVP അടക്കം സ്വീകരിച്ചത്. ABVP ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ തെളിവുകളടക്കം കൂടിക്കാഴ്ചയിലടക്കം വിദ്യാഭ്യാസ മന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ SFI KSU സംഘടനകൾ ഇതിനെ എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതുമായി മുന്നോട്ട് പോകരുത്, ഇത് ഫണ്ട് കിട്ടുന്ന പദ്ധതിയാണെങ്കിൽ പോലും അത് പലതരത്തിൽ ദോഷം ചെയ്യുമെന്നുള്ള ചില മുട്ടാന്യായങ്ങൾ നിരത്താനാണ് SFIയും KSUവും ഒക്കെ തയ്യാറായത്. എന്നാൽ KSUവും SFIയും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കൾ, അതായത് AICCയിലെ നേതാക്കളടക്കമുള്ള KC വേണുഗോപാൽ അടക്കം പ്രതികരണം നടത്തിയിരുന്നു. ഈ പദ്ധതി നടപ്പാക്കരുത്, ഈ പദ്ധതി നടപ്പാക്കുന്നത് പലതരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യുമെന്നുള്ള ചില വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K ചന്ദ്രശേഖർ തന്നെ മറുപടി നൽകിയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള മറുപടികൾ അത് തമാശ പറയുന്നതാണോ, ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണോ കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്? കോൺഗ്രസിന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമാണ്. KSUവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എടുത്ത എതിർപ്പ്. കാരണം ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളടക്കം വലിയ തരത്തിൽ ആ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയും മാറ്റത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അത്തരത്തിലുള്ള മാതൃകകൾ മുമ്പിൽ നിൽക്കുമ്പോൾ, അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല. ചില രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകളും അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇത്തരം വിദ്യാഭ്യാസ രംഗത്ത് ലഭിക്കേണ്ട ഗുണത്തെ തഴയുന്ന തരത്തിലുള്ള നിലപാടാണ് KSU അടക്കമുള്ള മറ്റ് സംഘടനകൾ സ്വീകരിച്ചത്. എന്നാൽ ഈ ഒരു പദ്ധതി നടപ്പാക്കണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു ABVP സംഘടന. അതുമാത്രമല്ല, ABVP ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു, പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ABVP സംസ്ഥാന അധ്യക്ഷൻ ഈശ്വരപ്രസാദ് മാധ്യമങ്ങളെ കണ്ടത്. ഈ ഒരു പദ്ധതി സ്വാഗതം ചെയ്യുന്നു, ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും KSUവിന്റെയും SFIയുടെയും പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ 34ാമത്തെ സംസ്ഥാനമാണ് കേരളം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഇന്നലെ ഒപ്പിട്ടു. പക്ഷെ CPI വലിയ പ്രതിഷേധം അറിയിക്കുന്നു. ഇന്നവരുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. മുന്നണി മര്യാദ ലംഘിച്ചു എന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത്. ഇന്ന് എന്തു മറുപടിയാകും ഉണ്ടാവുക എന്ന ചോദ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.